നമ്മുടെ പുതിയ സംരംഭം എല്ലാം കൊണ്ടും നമുക്ക് സമയത്ത് തന്നെ വിളക്ക് എത്തിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ രാഹു അതിന് മുന്നേ നമുക്കത് കത്തിച്ച് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിയും. പിന്നെ വിളക്ക് എത്തിക്കൽ കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ അതിലൂടെ കിടക്കാം. മച്ചമ്പി ഒരു നിമിഷം, എനിക്ക് ചെറിയൊരു ഡിമാൻഡുണ്ട്. എന്തോന്നടാ ഇടേ, ഇത് രാഹുവിന് മുമ്പ് വിളക്ക് എത്തിച്ചത് പരിപാടിയാണ്. അത് 5 മിനിറ്റ് ഉണ്ടല്ലോ, ഞാൻ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തൊലയ്ക്ക്. നീ എൻ്റെ കിഡ്നിക്കും കൃഷ്ണമണിക്കും 1.5 ലക്ഷം രൂപ തരണം. അത് നീ ചാവുമ്പോൾ ദാനം ചെയ്യുമ്പോൾ അത് നമുക്ക് അതൊക്കെ അപ്പോഴത്തെ കാര്യം. ഇപ്പം ഇതങ്ങോട്ട് കത്തിക്കട്ടെ. എൻ്റെ അവയവമല്ല, പിന്നെ എൻ്റെ കിഡ്നിയും കൃഷ്ണമണിയും തിരക്കഥയ്ക്ക് 1.5 ലക്ഷം രൂപ തന്നാലേ പറ്റൂ. അതിൻ്റെ പ്രതിഫലമായിട്ട് എനിക്ക് 1.5 ലക്ഷം രൂപ തരണം, എന്നാലേ ഞാൻ തിരക്കഥ എഴുതും. നീ തമാശ കളിക്കല്ലോ. ഈ കണ്ട ആളുകളെ വിളിച്ചിട്ട് പ്രൊഡ്യൂസർമാർ എടുത്തിട്ട് ഇതുവരെ നമ്മൾ സംസാരിക്കാത്ത കാര്യം ആവശ്യമില്ലാതെ. അല്ല, അവരോട് പറഞ്ഞാൽ അവർ പൈസ തരുമല്ലോ. മച്ചമ്പി പറ, മച്ചമ്പിയുടെ കയ്യിൽ നിന്ന് എടുത്ത് തരണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് ഫ്രീ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞ കാര്യമാണ്. നമ്മൾ കഥയ്ക്ക് പൈസ ഇല്ലാന്ന് പറഞ്ഞല്ലേ. പിന്നെ നിനക്ക് ഫുഡ് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സമയത്ത് കൊണ്ടൊന്നും ഇങ്ങനെ സംസാരിച്ചാൽ ഒന്നുമില്ല. അല്ലേ, എൻ്റെ അനിയനാണ്. അനിയൻ ചോദിക്കുകയാണ്, സാറന്മാർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലല്ലോ, കുടിച്ചതിന് ശേഷം നമുക്ക് വിളക്കെത്തിച്ചാൽ പോരെ. കുടിക്കാനും എടുക്കാനും ഒന്നും അല്ല പറഞ്ഞത്. എനിക്ക് എന്നെ തിരക്കാതെ ഇവിടെ നിങ്ങൾ സിനിമ ആക്കണം, എനിക്ക് 1.5 ലക്ഷം രൂപ തരണം. മച്ചമ്പി ചുമ്മാരി, അവർ പൈസ ഉള്ളവരാന്നല്ലോ, അവർ തരട്ടെ. നമ്മളിതെല്ലാം നേരത്തെ സംസാരിച്ചിട്ടല്ലേ വന്നത്? ശരിയാണല്ലോ പറയുന്നത്. അല്ല സാറുമാരെ, ഞാൻ നിങ്ങൾ സംസാരിക്കാതെ നമ്മൾ തമ്മിലാണോ നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്? നമ്മുടെ സമയം ചുരുക്കമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ. അതെ സാറേ. അപ്പൊ ഇതെങ്ങനെയാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നുണ്ടോ, എങ്ങനെയാണ്, എന്താ ചെയ്യേണ്ടത്? തിരക്കഥ കൊള്ളാവുന്നോണ്ടാണോ സാറുമാര്? അതെ സാറേ, ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവൻ എന്നോട് ഇതുവരെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ആര് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞല്ലോ 1.5 ലക്ഷം രൂപ. ഇപ്പാണ് പറയേണ്ടത്, ഇത് നേരത്തെ പറയേണ്ട കാര്യമല്ലേ? പൂജയെല്ലാം സെറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് നിങ്ങളോട് പറഞ്ഞാണല്ലോ. അപ്പം ഇനിയുള്ളത് എഗ്രിമെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എഗ്രിമെന്റ് ആവുന്നതിന് മുമ്പ് കഥ ഇഷ്ടപ്പെട്ടിട്ടാണോ എഗ്രിമെന്റ് ആയത്? എന്റെ കഥയുടെ പൂതിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കണം. നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, നമുക്ക് സമയക്കുറവുണ്ട്. നമുക്ക് 1 ലക്ഷം രൂപ പുള്ളിക്ക് കൂടെ കൊടുത്ത കഥയും കൂടെ നേരത്തെ അത് പറഞ്ഞല്ല, ഫിക്സ് ചെയ്തതാ. നമുക്ക് ബഡ്ജറ്റ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ചെലവാക്കുക. കിഡ്നി വേണോ പൈസ? ഇത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കുക. നമുക്ക് മറ്റൊരു പ്രോജക്റ്റിന് പോകാനുള്ളതാണ്. നമുക്ക് നമ്മൾ നിൽക്കണോ പോകണോ ആലോചിച്ചിട്ട് പൂജ ചെയ്താലോ. പൂജ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്റെ കാര്യം ക്ലിയർ ചെയ്യാതെ എങ്ങനെ പൂജ ചെയ്യും? പൂജ ചെയ്യാതെ ഒരു സാറുമാരും ഇവിടെ പോകത്തില്ല. അയ്യോ, ആ സൈസ് ഒന്നും വേണ്ട. ക്ഷമിക്കണം. ഞാൻ രാത്രി പകരാക്കിയിട്ട് എഴുതിയ കഥ പൈസ തരാതെ കൊണ്ടുപോകണം. ഇപ്പൊ എന്താണ് നമ്മൾ നിൽക്കണോ പോകുന്നു? നിൽക്കുന്നില്ല. ക്ലീറ്റസ് ഒരു കാര്യം ചെയ്യുക, ഓഫീസിലോട്ട് വരിക. പൂജ 2 ദിവസം കഴിഞ്ഞ് നടത്താം. ഇനി നടത്താമല്ലോ. നല്ലൊരു ദിവസമായിട്ടേ ഓഫീസിൽ വന്നിട്ട് ബാക്കി കഥ കൊള്ളാം. ബാക്കി നിങ്ങൾ ഓഫീസിൽ വന്ന് സംസാരിക്കാം. ഓഫീസിലോട്ട് വന്നാൽ കഥ കൊള്ളാമല്ലോ. കഥ കൊള്ളാമല്ലോ. ഹലോ മാനിക്കണ്ണാടി, കഥ കൊള്ളാമല്ലോ. കഥ രണ്ട് ദിവസം കഴിഞ്ഞ് ചെല്ലാനല്ലേ അവര് പറഞ്ഞേക്കുന്നത്. ചിലപ്പോ അന്ന് കൊല്ലന്നെ. എന്റെ എത്ര ദിവസം പ്രയത്നമാണെന്നറിയാമോ നീ ഒരു നിമിഷം കൊണ്ടില്ലാതാക്കിയത്. ഇത്രയും സമയം നിനക്ക് ഇല്ല വരുന്നത്. നിനക്ക് എവിടെ വന്നടാ? നിനക്ക് പൈസ വേണം ആര് പറഞ്ഞാ? നിന്റെ അടുത്ത് സ്ക്രിപ്റ്റിന് പൈസ വേണം. നീ ഒരു വാക്ക് പറഞ്ഞോടാ. അവരോട് പറ, ഫുഡ് കഴിച്ചാൽ ഞാൻ പൈസ അത് കൊടുക്കാമെന്ന് പറ, വിളിച്ചു പറ. അവര് പിന്നെ നീ ഇപ്പൊ പറയണ ഓരോ നിമിഷം നീ മാറ്റി പറയാ. നീ അവരെ മുമ്പ് ചെന്നാണ് പറഞ്ഞ. അത് കനകമച്ചമ്മയ്ക്ക് സമാധാനമായില്ല. ഈ പൂജ 10 അലങ്കോലമാക്കി എന്റെ കിഡ്നി കൃഷ്ണമണി ചവിട്ടി തേച്ചപ്പോ സമാധാനമായില്ലയോ? എന്താ ഇതെന്നോ? ഇങ്ങനെ ഒറ്റ വന്നിട്ടാ മച്ചമ്മ ഞാൻ ഈ പൈസ ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞു? ഇവിടുന്നോണ്ട് പറഞ്ഞില്ലേ പൈസ? ബോബി സഞ്ജി 30 ലക്ഷം, ഉദയകൃഷ്ണയൊക്കെ 50 ലക്ഷം മേടിക്കും, അതുകൊണ്ട് ആ പാവം പിടിച്ച പൈസ ഇല്ലാതെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞു? ഇല്ല, തങ്കച്ചേട്ടത്തിന്റെ അടുത്ത് പറഞ്ഞു. തങ്കത്തിനോട് പറഞ്ഞു? തങ്കച്ചേട്ടത്ത് കനകമച്ചമ്മയോട് പറഞ്ഞു. ഞങ്ങൾ നിന്നോട് പറഞ്ഞു? ഇല്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പറഞ്ഞു, ഞാൻ കേട്ടു. എടാ വല്ലരും വല്ലരത്തിരുന്ന് പറഞ്ഞു നീ കേൾക്കണം എന്തിനാണ്? എടാ നല്ലൊരു സംരംഭമല്ലേ നീ തുളച്ചളഞ്ഞത്? ബോബി സഞ്ജയ്ക്കൊക്കെ ഒത്തിരി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ഇത് ശരിക്കും ആണി എവിടെ നിന്നാണ് ക്ലീറ്റ മച്ചമ്മയ്ക്ക് മനസ്സിലായല്ലോ. എൻ്റെ ആണി